അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് തൃശ്ശൂരിലേക്കൊന്ന് പോകാം. തൃശ്ശൂർ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലുള്ള യാത്ര ദുരിതമായിട്ട് ആഴ്ചകളായി. ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണമാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കം. ഗതാഗതക്കുരുക്ക് മൂലം വാഹനങ്ങളുടെ നീണ്ട നിര കിലോമീറ്ററുകൾ നീളത്തിലാണ്. മഴക്കാലം ആരംഭിക്കുന്നതോടെ ഈ വഴിയുള്ള യാത്ര ഒരു പേടി സ്വപ്നമായി മാറും. ജെയ്സൺ ചാമോളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൃശ്ശൂർ മുതൽ എറണാകുളം മുതൽ തൃശ്ശൂർ വരെയും യാത്ര ചെയ്ത ആളുകൾക്ക് ദുരിതമാണ് കേട്ടോ ഇപ്പോഴത്തെ യാത്ര. കാണാം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുരിതയാത്രയായി മാറുകയാണ്. ദേശീയപാതയിൽ പലയിടത്തും അടിപ്പാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി പൊളിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 6 വരി പാത ചില സ്ഥലത്തെത്തുമ്പോൾ ഒറ്റ വരിയായി മാറുകയാണ്. ഇതോടുകൂടി ഈ വഴിയിലൂടെയുള്ള ഗതാഗതം അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിലേക്ക് മാറുന്നു. നമുക്ക് പുറകിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. 6 വരിയിലൂടെ വരുന്ന വാഹനങ്ങൾ ഉടൻ തന്നെ ഒറ്റ വരിയിലേക്ക് നീങ്ങുമ്പോൾ ഈ 3 വരി ഒറ്റ വരിയായി മാറേണ്ട സ്ഥിതിയുണ്ടാകും. അതോടുകൂടി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, അതോടൊപ്പം തന്നെ വഴി ഇടുങ്ങുന്നു. ഇതിനപ്പുറത്താണ് ഇതിനുവേണ്ടി പൊളിച്ചിട്ടിരിക്കുന്ന പല ഭാഗങ്ങളും മഴ ആരംഭിച്ചതോടുകൂടി കുഴിയിൽ വീഴുന്ന വലിയ കുഴിയാവുകയും അതിലേക്ക് വെള്ളം വരികയും പിന്നീട് ആ ഗർത്തം വലുതായി വാഹനങ്ങൾക്ക് വേഗത്തിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടാകുന്നത്. റോഡ് 5 മീറ്റർ വീതി വേണ്ട സർവീസ് റോഡ്, ആ വീതിയൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ റോഡിൻ്റെ ശോചനീയാവസ്ഥ. ആ റോഡൊക്കെ ശരിക്കും സർവീസ് റോഡ് നല്ല രീതിയിൽ പണിതതിന് ശേഷം ഈ റോഡുകളൊക്കെ പൊളിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും ചെയ്യാണ്ട് നോക്കാനും എടുക്കാനും ആളില്ലാത്തതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു ഇതാണ്. ആറങ്ങണ അവിടുത്തെ എല്ലാ ആക്സിഡൻറ്റ് ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള സ്ഥലം ഇത്. നമുക്കൊരു ഭയങ്കര റിസ്ക് എടുത്താൽ അവിടെ ഒരു സിഗ്നല ഒന്നുമില്ല. ഇവരൊക്കെ ഈ സിസ്റ്റം തന്നെ ശരിയല്ല. റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഈ നാട്ടുകാർക്ക് വരെ യാത്ര ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിലേക്ക്, പട്ടിക്കാട് ഞങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ഹോസ്പിറ്റൽ, പട്ടിക്കാട് വരെ പോകണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് മണിക്കൂർ കണക്കിന് ബ്ലോക്കിൽ പെട്ടിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ടോള് പിരിക്കുന്നതിന് ഒരു കുറവുമില്ല. ഈ സർവീസ് റോഡിൻ്റെ മെയിൻ ഹൈവേക്ക് കയറുന്നിടത്ത് ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തെങ്കിൽ ഒന്നുകൂടെ സ്പീഡിൽ വണ്ടികൾ പോകും. അവിടെ ചെല്ലുമ്പോൾ എല്ലാ വണ്ടിയും ബ്രേക്ക് ചെയ്യുമ്പോഴാണ് വീണ്ടും ഈ ബ്ലോക്ക് വരുന്നത്. അതുപോലെ ഇവർ ചെയ്യാൻ തയ്യാറില്ല. എല്ലാ ദിവസവും കിലോമീറ്ററുകളാണ് ഇവിടെ വാഹനങ്ങളിലെ നീണ്ട ഗതാഗതക്കുരുക്ക് മൂലം നീണ്ട ക്യൂ ഉണ്ടാകുന്നത്. പ്രധാനമായ ആളുകൾ വല്ലാതെ വലയുന്ന അവസ്ഥയുണ്ട്. മണിക്കൂറുകൾ പതുക്കെ പോയും ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ ഗതാഗതക്കുരുക്കിൽ വീഴേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ദുരിതയാത്രയായി മാറുകയാണ് ഇപ്പോൾ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലൂടെയുള്ള യാത്ര. ഏകദേശം 3 സ്ഥലത്ത് അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ അടിപ്പാത നിർമ്മാണം എപ്പോൾ അവസാനിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. അതേസമയം തന്നെ ഗതാഗതക്കുരുക്കിന് ഏറെ കൂടാനാണ് സാധ്യത. മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന അടുത്ത മാസത്തോടുകൂടി ഈ വഴിയിലൂടെ യാത്ര ചെയ്യുക എന്നത് ഒരു ഭീകരമായ ഒരു അനുഭവമായി മാറാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അത്രയേറെ പ്രശ്നങ്ങൾ ഈ വഴി ദേശീയപാതയിലുണ്ട്. അത് ദേശീയപാതയുടെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അടിപ്പാത നിർമ്മാണം നടത്തേണ്ടതായിരുന്നു. പക്ഷേ അന്ന് പല പ്രാദേശികമായ വിഷയങ്ങളെ കൊണ്ടും അടിപ്പാത നിർമ്മാണത്തെ എതിർത്തവരുണ്ട്. അതോടൊപ്പം തന്നെ നിയമപരമായ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് പൊതുവെ ബോധമുദിക്കുന്നത് ഒരു അടിപ്പാത അനിവാര്യമായിരിക്കുന്നത്. അത്രയേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയിലൂടെ റോഡ് ക്രോസ് ചെയ്യുന്നതിന് കഴിയാത്ത സാഹചര്യമുണ്ടായി. അത്തരം പശ്ചാത്തലത്തിലാണ് വീണ്ടും അടിപ്പാത നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ വരുന്ന മാസങ്ങൾ വലിയ ദുരിതയാത്രയുടെ ഒരു വലിയ കേന്ദ്രമായി മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മണിക്കൂറുകൾ ക്യൂവിൽ നിന്നാൽ മാത്രമേ ഈ വഴിയിലൂടെ ഓരോ സെക്കൻഡും ഓരോ ദൂരം ഓരോ 100 മീറ്ററും കടക്കാൻ കഴിയുന്ന അവസ്ഥ ഇപ്പോഴുണ്ട്. അത് വർദ്ധിക്കുക തന്നെ ചെയ്യും. എന്നാൽ ദേശീയപാത അതോറിറ്റിയോ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയെ കൊണ്ട് സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തി ഇതിനു വേണ്ട ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ തൃശ്ശൂർ. ജെയ്സൺ റിപ്പോർട്ട് ചെയ്തതുപോലെ നിങ്ങൾ എടപ്പള്ളി മുതൽ മണ്ണുത്തി വരെയും മണ്ണുത്തി മുതൽ എടപ്പള്ളി വരെയും യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് മഴക്കാലത്ത് ശ്രമിച്ചാൽ ഓഫീസ് വർക്കിംഗ് ടൈമിലാണെങ്കിൽ നിങ്ങൾ കുഴഞ്ഞു പോകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 1-2 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് നമ്മൾ പലപ്പോഴും എറണാകുളത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുന്നത് അന്നേ ഈ അടിപ്പാതയങ്ങ് നിർമ്മിച്ചാൽ പോരായിരുന്നു. ഇതെന്താ പറയുക, ഇത് അനുഭവിച്ചറിയണം എന്നുള്ളതായിരിക്കും വിധി.